അട്ടപ്പാടി പാലൂരിൽ വേര് മോഷ്ടിച്ചെന്നാരോപിച്ച് ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പാലൂർ സ്വദേശി മണികണ്ഠന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തലയോട്ടി പൊട്ടിയതിനെ തുടർന്ന് മണികണ്ഠൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലാണ്. പോലീസ് നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തുണ്ട്. അതേസമയം കേസെടുത്തെന്നാണ് പുതൂർ പോലീസ് നൽകുന്ന വിശദീകരണം. ഗോകുൽ വിഎസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, എന്താണ് ഉണ്ടായത്? എപ്പോഴാണ് ഈ അക്രമം അരങ്ങേറിയത്? നിലവിലിപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഡിസംബർ 7-നാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് രാംരാജ് എന്ന് പറയുന്ന ആൾ ഈ ആദിവാസികളിൽ നിന്ന് ഔഷധവേരുകൾ ശേഖരിച്ചുകൊണ്ട് അത് വിൽക്കുന്ന ആളാണ്, ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മണികണ്ഠൻ ഔഷധവേര് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ മർദ്ദനം ഉണ്ടായത്. ക്രൂരമായ മർദ്ദനമാണ് തലക്കേറ്റത്. തലയൊട്ടി പൊട്ടുന്ന ക്ഷതമേൽക്കുന്ന നിലയിലുള്ള മർദ്ദനമുണ്ടായി. 7-ാം തീയതി ഈ മർദ്ദനം ഉണ്ടാകുന്നു. 8-ാം തീയതി അന്ന് പക്ഷേ മണികണ്ഠന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. 8-ാം മണികണ്ഠൻ തന്റെ ജോലിക്ക് പോയി. ഇതിനിടയിൽ കോഴിക്കോട് വെച്ച് അയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ വെച്ചാണ് തലയൊട്ടിയിൽ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ ആശുപത്രി അധികൃതർക്ക് ഇത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നുകയും അവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പുതൂർ പോലീസ് കോഴിക്കോടെത്തി മണികണ്ഠന്റെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയത്. അതിൽ നിന്ന് രാംരാജ് അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ളത് വ്യക്തമായി. പക്ഷേ ഇതിൽ കേസെടുത്തെങ്കിലും മറ്റു നടപടികളിലേക്കൊന്നും തന്നെ പുതൂർ പോലീസ് പോയില്ല. പോലീസ് പറയുന്ന ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ സാക്ഷികൾ കുറവാണ്, കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് എന്നൊക്കെയാണ്. പക്ഷേ അതേസമയം കൂടുതൽ വകുപ്പുകളൊന്നും തന്നെ ചുമത്തിയിട്ടില്ല. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. കാരണം മണികണ്ഠന്റെ തലയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട്, തലയ്ക്ക് ശക്തമായ പരിക്കുണ്ട്, തലയൊട്ടി പൊട്ടുന്ന സ്ഥിതിയുണ്ട്, ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങൾ പോകുമ്പോഴും ആ വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണമായി നിലനിൽക്കുന്നത്. മറ്റ് കേസോ ഒന്നും തന്നെ അല്ലെങ്കിൽ കേസെടുത്തു എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഈ ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ഒരാൾ കിടക്കുമ്പോൾ എന്തുകൊണ്ട് ആ വകുപ്പുകൾ ചുമത്തുന്നില്ല, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നടപടി നീങ്ങുന്നില്ല എന്നുള്ളത്? പുതൂർ പോലീസ് പറയുന്നത് ഈ വിഷയത്തിൽ സാക്ഷികൾ കുറവാണ്, തെളിവുകൾ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മറുപടി മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്, കേസെടുത്തിട്ടുണ്ടെന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്കൊന്നും തന്നെ പോലീസ് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതും വേര് മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് ആദിവാസി യുവാവിനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. ഇപ്പോൾ അദ്ദേഹം വലിയ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഗോകുൽ വിഎസ് ആണ് വിവരങ്ങൾ നൽകിയത്.